എന്താ നമ്മുടെ മക്കൾക്ക് വേണ്ടത്? ചോറ് വേണം, ചൊല്ലു വേണം. നോക്കൂ, നിങ്ങൾ മുൻ കഴിഞ്ഞുപോയ ഒരു തലമുറ ചോറും ചൊല്ലും നൽകി എന്നെയും നിങ്ങളെയും ഒക്കെ പോറ്റി വളർത്തിയത് കൊണ്ടാ ഇവിടെ ഇരിക്കാൻ, ഇങ്ങനെ ഒരു മതപരമായ സദസ്സിൽ വന്നിരിക്കാൻ, ദൈവത്തെക്കുറിച്ച്, പടച്ചവനെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു ത്രാണിയും ബോധവും ഒക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാവുക. എന്നാ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ മക്കൾക്ക് എന്താ കിട്ടുന്നത്? നമ്മൾ ആലോചിക്കണ്ടേ? ചോറ് കിട്ടുന്നു, തല്ല് കിട്ടുന്നു, അല്ലെ? നമ്മുടെയൊക്കെ മക്കൾ എങ്ങനെയാ ചോറ് നിന്നത്? എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ പോറ്റി വളർത്തിയതിന്റെ കഷ്ടപ്പാടുകൾ പറഞ്ഞു തരും. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ ഒരൊക്കത്തെ എന്നെ എടുത്ത് മറ്റേ കയ്യിൽ ചോറ്റുപാത്രവും പിടിച്ച് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് കൊലായിൽ വന്ന് നിന്ന് അങ്ങ് ആകാശത്ത് വിളങ്ങി നിൽക്കുന്ന അമ്പിളിമാമനെ ചൂണ്ടിക്കാണിച്ചു തരും എന്റെ പ്രിയപ്പെട്ട ഉമ്മ. എന്നിട്ട് പറയും, നോക്കടാ മോനെ അമ്പിളിമാമൻ. കുട്ടിയൊക്കെ ഒരു സ്വഭാവമുണ്ട്, മേലോട്ട് നോക്കിയാ വായ തുറക്കും, മേലോട്ട് നോക്കി അറിയാതെ വായ തുറക്കും. അങ്ങനെ അറിയാതെ തുറന്നു പോകുന്ന എന്റെ വായിലേക്ക് വളരെ സ്നേഹത്തോടെ ചോറ്റുരുളകൾ തിരികെ കയറ്റി തരുമ്പോ എന്റെ ഉമ്മ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലിത്തരും. നബിമാരുടെ കഥകൾ, സ്വഹാബിമാരുടെ കഥകൾ, ഗുണപാഠ കഥകൾ, ഇതൊക്കെ ചൊല്ലിത്തരും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ തന്ന ചോറ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എന്റെ മസില്, എന്റെ ശരീരം, എന്റെ ആരോഗ്യം. ആ ചോറ് വയറ്റിലെത്തിയിട്ടാണ് മസിലുകൾ ദൃഢമായത്, എന്റെ എല്ലുകൾക്ക് ഉറപ്പ് കൂടിയത്. ആ ചൊല്ല് മനസ്സിലെത്തിയിട്ടാണ് നന്മകൾ പുത്തുലഞ്ഞത്. നമ്മുടെ മക്കളോ വിവരമില്ലാത്ത എന്റെ ഉമ്മ, വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്ന എന്റെ ഉമ്മ, അതുപോലത്തെ ഒരുപാട് ഉമ്മമാർ മക്കളെ പോറ്റിയതിന്റെ നന്മകൾ. എന്നാൽ ഇന്നത്തെ പെണ്ണുങ്ങളോ, നമ്മുടെയൊക്കെ ഭാര്യമാരോ വിദ്യാഭ്യാസത്തിന് വല്ല കുറവുണ്ടോ? നല്ല വിദ്യാഭ്യാസ, പക്ഷേ വിവരം ഒരൈഡിയ ഇല്ലല്ലോ. കൈ മുറിഞ്ഞാൽ എന്റെ വല്യമ്മ മുളകും ഉപ്പ് പിന്നെന്താ ഉള്ളി എന്തൊക്കെ സാധനം അരച്ചിട്ട് ഒരൊറ്റപ്പെടുത്താം, പിറ്റേ ദിവസം മുറിവ് ഉണങ്ങിണ്ടാവും. ഇപ്പത്തെ പെണ്ണുങ്ങളെ കയ്യിൽ ആകണ്ട ഒരു മൊബൈല്. കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ കുട്ടിനെ നോക്കൂല, ഒരൊറ്റ വിളി, അല്ല ഓട്ടോറിക്ഷക്കാരനല്ലേ വേഗം വരും, കുട്ടിക്ക് എന്താ പറ്റി, ആസ്പത്രി കൊണ്ടുപോയി. അപ്പൊ ഇവിടെ നോക്കണം, വിവരവും വിദ്യാഭ്യാസവും തമ്മിലുള്ള ബന്ധം നിങ്ങൾ നോക്കണം. ചോറും ചൊല്ലും നൽകി മക്കളെ വളർത്തിയിരുന്ന കാലഘട്ടം പോയി. ഇപ്പോഴോ കുട്ടിയെ ചോറ് കൊടുക്കാൻ വളരെ ഈസിയാണ്. കുട്ടിയെ ചോറ് കൊടുക്കാൻ എന്തൊരു ഈസിയാ. ചില പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയലക്കാരെ സംസാരിക്കും, മോന് ചോറ് കൊടുക്കാൻ ഭയങ്കര സുഖ, എത്രയോ ഓൻ തിന്നത് ഓൻ തന്നെ അറിഞ്ഞില്ല. എന്താ ഇത്ര ഈസി? സോഫ്റ്റ്വെയർ വല്ലതും കണ്ടുപിടിച്ചോ? പണിങ്ങിയ സോഫ്റ്റ്വെയർ ആണല്ലോ, കണ്ടുപിടിച്ചോ? ഇല്ല. എന്താ ചെയ്യാ? കുട്ടിയെ പിടിക്കും, സ്റ്റൂളിലിരുത്തും, TV തുറന്നു കൊടുക്കും, എന്നിട്ട് ചോറ് ഉരുട്ടി ഇങ്ങനെ കൊടുത്താൽ മതി. എത്ര ഓൻ തിന്നത് ഓൻ തന്നെ അറിയില്ല. ഈ കുട്ടി എങ്ങനെയാ ഇപ്പൊ ചോറുന്നത്? ഒരു വയസ്സ് തികയാത്ത ഒരു കുട്ടി അവന് ഷെഡിയിടാതെ കൊലായിൽ വന്നാൽ എല്ലാരും പറയും, പോയി വല്ല തുടുത്തിട്ട് വാടാ. 1 വയസ്സായ കുട്ടി ഷെഡി ഇട്ടില്ലെങ്കിൽ ഇപ്പൊ എന്താ പ്രശ്നം? 2 വയസ്സായ കുട്ടി പെൺകുട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഷെഡി മാത്രം ഇട്ടിട്ട് പിന്നെ കൊലായിൽ വന്നാലും നമ്മളൊക്കെ കച്ചറുണ്ടാക്കും, പോയി ഉടുപ്പെടുത്ത് വാടി എന്ന് പറയും. എന്നാൽ ചോറ് തിന്നാൻ വേണ്ടി ഉമ്മ തുറന്നു തന്ന ടിവിയിൽ ഉമ്മയോളം പോകുന്ന പെണ്ണുങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ സാധനം പുറത്ത് കാണിച്ച് ഡാൻസ് കളിക്കുകയാണ്. എന്താ രസം! ഇത് കണ്ട് അന്തം വിട്ട് വാ പൊളിച്ചു പോകും നമ്മുടെ മക്കൾ. അപ്പൊ ചോറ് ഇങ്ങനെ കൊടുക്കും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ കുട്ടികളുടെ മസിൽ വളരും, അവരും വളർന്ന് വലിയ വലിയ കുട്ടികളാകും. എന്നിട്ട് ഞാൻ നേരത്തെ കാണിച്ച ന്യൂസിലെ കഥാപാത്രങ്ങളായി ഞെളിഞ്ഞു നിൽക്കും. ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. അവിടെ പരീക്ഷണമായി മാറും നമ്മുടെ മക്കൾ. ആരാ ഈ മക്കളെ പരീക്ഷണമാക്കി മാറ്റിയത്? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ കുട്ടിയുടെ മനസ്സിലേക്ക് നന്മ ഇട്ടുകൊടുക്കാൻ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, നമ്മൾ അധ്വാനിക്കുന്ന പണം കൊണ്ട് നമുക്കതിന് കഴിയോ? എങ്കിൽ നമ്മൾ വിജയിക്കുന്ന ഒരു പാരന്റായി മാറും. ഇവിടെയാണ് ഞാൻ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞാൻ പ്രശ്നമുണ്ടാക്കുന്നില്ല, എന്റെ സമയം അവസാനിക്കാനായി. അപ്പൊ നിങ്ങൾ നോക്കൂ, കുറ്റപ്പെടുത്തരുത് കുട്ടിയെ. കുറ്റപ്പെടുത്തി കുട്ടിക്ക് പ്രശ്നമുണ്ടാക്കരുത്. അവന് ബോധ്യപ്പെടുത്തലുകളാണ് ആവശ്യം. നമ്മുടെ കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തലുകളാണ് ആവശ്യം. എന്താ സംഭവിക്കാന്നറിയോ? ഇപ്പൊ അടുത്ത കാലത്ത് ഒരു കൗൺസിലിംഗ് കേസ് വന്നപ്പോ വീട്ടിലെ കുട്ടി, അവൻ BDS പഠിക്കാണ്. ആള് ഭയങ്കര നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. ഉമ്മ പറഞ്ഞ ഒരക്ഷരം കേൾക്കൂല, വല്യമ്മ പറഞ്ഞ ഒരക്ഷരം കേൾക്കൂല. BDS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ, വളരെ നെഗറ്റീവാണ്. ഈ കുട്ടിയോട് വളരെ പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അവൻ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല, ഈ ഉമ്മയെപ്പോലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്നറിയോ? ഉമ്മ ഒരു പാവാണ്. ഈ ഉമ്മക്ക് പണി എന്താ? മക്കളെങ്ങനെ നോക്കും, എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒക്കെ ഓർത്ത് വെച്ചിട്ട് രാത്രി ഇപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും.
ഇല്ലേ? ഓണ്ടല്ലോ മൂത്തോൻ, ഇങ്ങനെ ചെയ്തിട്ടോ ഒക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. ഉപ്പ അതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് ഇനിയും ഓനൊന്ന് ഫോൺ കൊടുത്താ എന്നിട്ട് എന്താ ഉപ്പന്റെ പരിപാടി? ഇതിൽ സത്യം എന്താണ്, ന്യായം എന്താണെന്നും നോക്കാതെ കൊടുക്കും പണി. എന്താണ് എന്റെ വിചാരം? ഞാൻ വന്നാൽ എനിക്ക് ശരിയാക്കി തരാം. ഉപ്പ ഒരാള് നല്ല ധൈര്യം അവർക്ക്. പെട്ടെന്ന് ഉപ്പക്ക് ഗൾഫിൽ നിന്ന് വരാൻ കഴിയില്ല. ഈ ഉമ്മ നിങ്ങൾ നോക്കൂ, ഇതൊരു റിമോട്ട് പാരന്റിങ്ങിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ കുറ്റപ്പെടുത്തലുകളല്ല കുട്ടിക്ക് ആവശ്യമെന്നും ബോധ്യപ്പെടുത്തലുകളാണ് ആവശ്യമെന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കുറ്റപ്പെടുത്തിയ കുട്ടിക്ക് പ്രശ്നങ്ങളെ ഉണ്ടാകൂ. ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. അപ്പോ അവന്റെ പ്രശ്നങ്ങളിലേക്ക് നമ്മളൊന്ന് പോകണം. എന്നാൽ മിക്ക സ്ത്രീകളും, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, കുട്ടിയൊക്കെ പ്രശ്നം ഉണ്ടാക്കുക എങ്ങനെയാ? ഒരു കുട്ടിയെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. ഒരു ഉമ്മയും ബാപ്പയും കുട്ടിയും കൂടിയാ കൊണ്ടുവന്നത്. ഉമ്മ പറഞ്ഞു, എന്താ പ്രശ്നം ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഇവള് പറഞ്ഞാ കേൾക്കൂല, വീട്ടിലാണെങ്കിൽ ഒരു പണി എടുക്കൂല. ചെറുപ്പക്കാരത്തി പെണ്ണല്ലേ, ആരാന്റെ പൊരേ പൊണ്ടിയ. പിന്നല്ലേ പൊഞ്ഞി പാപ്പിയമ്മയും പറഞ്ഞിട്ട് കേൾക്കാത്ത കുട്ടി ഞാൻ പറഞ്ഞിട്ട് കേൾക്കണേ. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, എന്താ മോളെ പ്രശ്നം, എന്താ പ്രശ്നം എന്ന് പറ. അങ്ങനെ കുറെ സോപ്പൊക്കെ ഇട്ട് സംസാരിച്ചപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു, എന്റെ വീട് 2400 സ്ക്വയർ ഫീറ്റാ. എന്റെ വീട് 2400 സ്ക്വയർ ഫീറ്റ്. ഞാൻ പറഞ്ഞു, വലിയ വീടാണല്ലോ. പിന്നെ അടിപൊളി വീട്. ഒരു ദിവസം ഞാൻ ഈ 2400 സ്ക്വയർ ഫീറ്റ് ഒന്ന് അടിച്ചു വാരി തുടയ്ക്കാന്ന് വിചാരിച്ചു. പെൺകുട്ടിയല്ലേ, ഒന്ന് അടിച്ചു വാരി തുടയ്ക്കുക. അങ്ങനെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് യുദ്ധം കഴിഞ്ഞ് ഒരു രാജ്യം കീഴടക്കിയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഹോ എന്ന് പറഞ്ഞിട്ട് അപ്പണ്ട് ഉമ്മ വിളിക്കണേ, ഡേ അവിടെ വാടി. അപ്പൊ അവളെ ഓടി ചെന്ന്, എന്താ അമ്മ നോക്കടി, തുണി അവിടെ പറ്റിയില്ല. എന്താ ഈ പെൺകുട്ടി എന്നോട് പറയാണ്, 2400 സ്ക്വയർ ഫീറ്റ് എന്റെ വീട്, 2399 സ്ക്വയർ ഫീറ്റ് ഞാൻ തുടച്ച് വൃത്തിയാക്കി, 1 സ്ക്വയർ ഫീറ്റ് വിട്ടുപോയി. ഉമ്മ എന്താ പറഞ്ഞേ, ഇതാര് തുടക്കടി, എന്തോടെ ഇങ്ങനെയാണ് തുടയ്ക്കുക ചോദിച്ചു. അപ്പൊ ഈ 2399 സ്ക്വയർ ഫീറ്റ് തുടച്ചത് ഉമ്മ കണ്ടോ? ഇവിടെയാണ് പാരന്റിങ്ങിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ഇത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഈ കുട്ടിക്ക് ഉമ്മയെ ഇഷ്ടാവൂലേ, ഉപ്പയെ ഇഷ്ടാവൂലേ? സുബൈ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു, ലോഹർ നിസ്കരിച്ചു, അസർ നിസ്കരിച്ചു, മഗ്രിബ് നിസ്കരിച്ചോ? നമുക്കൊരു സംശയം. ഇവിടെ വാടാ, മഗ്രിബ് നിസ്കരിച്ചോ? മഗ്രിബ് നിസ്കരിക്കൂല. എപ്പോഴും അങ്ങനെ തന്നെ കണ്ടോ. അപ്പോ ലോഹർ നിസ്കരിച്ചില്ലേ, അത് നിങ്ങൾ കണ്ടോ? ഇല്ലല്ലോ. അസർ നിസ്കരിച്ചില്ലേ, അവൻ കണ്ടില്ലല്ലോ. സുബൈ നിസ്കരിച്ചല്ലോ, അവൻ കണ്ടില്ലല്ലോ. അതൊന്നും കാണാത്ത നിങ്ങളെന്തിനാ ഈ നിസ്കരിക്കാത്ത കാണാൻ പോയത്? നിസ്കരിക്കുന്നത് കാണണ്ടേ, എന്നിട്ടല്ലേ നിസ്കരിക്കാത്തത് ഇതിലേക്ക്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അലീം. നിങ്ങൾ നോക്കിയേ, അറേബ്യ കണ്ട ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തിയായിരുന്നു അത് പറഞ്ഞത് ലുക്മാൻ അലൈഹിസ്സലാം അല്ലെ. കറുത്തവനായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. വളരെ മഹാപണ്ഡിതൻ. സ്വന്തം മോനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്, എന്നാണ് ചോദിക്കുന്നത്. അല്ല, യാ ബുനയ്യ, എന്റെ പൊന്നു മോനെ. ഒരു ബാപ്പ മോന്റെ കണ്ണു നോക്കിയിട്ട് വെള്ളം നിറച്ച് ചോദിക്കുക, മോനെ ശിർക്ക് ചേർക്കല്ലടാ മോനെ, അത് ഭയങ്കര ദുൽമാടാ എന്ന് പറയുമ്പോ ഏത് മക്കളാ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കാതിരിക്കുക. ഇവിടെയാണ് നിങ്ങൾ പാരന്റിങ്ങിനെ കുറിച്ച് അറിയേണ്ടത്. കുറ്റപ്പെടുത്തി ചീത്ത പറഞ്ഞ് അടിച്ചും ഇടിച്ചും പിഴിഞ്ഞുമല്ല മക്കളെ വളർത്തേണ്ടത്. അല്ലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കളെ വളർത്തിയത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേരമക്കളെ നോക്കിയതിന്റെ ഒക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. പറയാൻ സമയമില്ല. അവിടെ ഒന്നും അടിയും ഇടിയും പ്രശ്നങ്ങളുമില്ല. സ്വന്തം മകളുടെയും മരുമകന്റെയും ബെഡ്റൂമിലേക്ക് അനുവാദം ചോദിച്ച് കയറി ചെന്നിട്ട് അവർക്ക് രണ്ടുപേരുടെയും ഇടയിൽ കാൽവെള്ള കാണുമാറി ഇരുന്ന് നബി കുശലാന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഹദീസുകളിൽ കണ്ടിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, നമ്മുടെ വീട്ടിലൊക്കെ മരുവും വന്നാ പിന്നെ 144 പ്രഖ്യാപിച്ചവരാ ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പോ ഇങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം.